ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇടിച്ചക്കൻ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഒരു ഇടിച്ചക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് നമ്മളൊരു ചെറിയ ചക്ക എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി അതിലുള്ള ആ ചക്കയുടെ പശ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചകിരി എടുത്തിട്ടുണ്ട്. ചകിരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചിട്ട് അതിൻ്റെ പശ കളഞ്ഞെടുക്കണം. അപ്പോൾ അതേ പശയൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് 2 കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറുതായിട്ട് ഇതാ ഒരു വെള്ള കളറിൽ പശ കാണുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂന് ചെത്തി കളയണം. അപ്പോൾ അതേ കൂന് ചെത്തി കളയാണ്. അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ചക്കയുടെ ആ മുള്ള് പോലുള്ള ഭാഗങ്ങൾ നമ്മൾ ചെത്തി ഒഴിവാക്കി മാറ്റേണ്ടതാണ്. അങ്ങനെ ഓരോന്നും ചെത്തി ഒഴിവാക്കി മാറ്റിയിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ മുറിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ അത്യാവശ്യം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഒരു 4 വിസിലൊക്കെ വന്നാൽ ഏകദേശം നല്ല രീതിയിലൊന്ന് സെറ്റായി വരും. അതിനുശേഷം ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ച് വെക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റല്ല, നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തതാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്നത് ഒന്നും മൊരിഞ്ഞ് വരുമൊന്നും വേണ്ട. ഏകദേശം ഉള്ളി ഒന്ന് വാടിയെന്ന് തോന്നുമ്പോൾ നമുക്കതിലേക്ക് ഇതിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇടിച്ച് വെച്ച ഇടിച്ചക്ക അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഞാനൊരു പിടി തേങ്ങയും ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.